ചില പേരുകൾ ചരിത്രത്തിലെ പട്ടികയിൽ മാത്രം അകപ്പെടുന്നവയല്ല, അവർ തന്നെ ഒരു ചരിത്രമാണ്. 1900 തുടക്കത്തിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനനം. 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛൻ്റെ സഹോദരി വളർത്തി. അച്ഛൻ മരിച്ചതോടെ 7-ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ഇദ്ദേഹം ജ്യേഷ്ഠൻ്റെ സഹായിയായി കുറെ കാലം ഒരു തുണിക്കടയിൽ ജോലി നോക്കി. കൂടാതെ അതിനുശേഷം ഒരു കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു. നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു ഇത്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അദ്ദേഹം 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു. തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ ഇദ്ദേഹം 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി. അയാളിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അദ്ദേഹത്തെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു. അവിടെ നിന്നും അയാൾ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിലേക്കായിരുന്നു. കേരളത്തിൻ്റെ വായു കലാപത്തിൻ്റെ ചൂടിൽ കത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷകരും തൊഴിലാളികളും ജന്മിമാരുടെയും ദിവാൻ ഭരണത്തിൻ്റെയും അടിച്ചമർത്തലിനെതിരെ ഒരു കൊടുങ്കാറ്റായി ഉയർന്നു. ഈ ചുഴലിക്കാറ്റിനെതിരെ നിന്ന ഒരു യോദ്ധാവ്, ഒരു നേതാവ്, രക്തത്തിലും ധീരതയിലും ചരിത്രമെഴുതിയ ഒരു മനുഷ്യൻ. വേലിക്കകത്ത് ശങ്കരൻ, അച്യുതാനന്ദൻ. പുന്നപ്രയും വയലാറും വെറും പ്രതിഷേധങ്ങളല്ല, അവ യുദ്ധാഹ്വാനങ്ങളായിരുന്നു. ആയുധമെന്തെന്നറിയാത്ത തൊഴിലാളി വർഗം രാഷ്ട്രീയ ബോധത്തിന്റെ ഉറവിടമായി മാറി. പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ മഴയായി പെയ്തപ്പോൾ നിലങ്ങൾ ചുവപ്പായി. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഉറക്കം കെടുത്തിയത് ഈ പ്രക്ഷോഭത്തിന്റെ മുഴക്കമായിരുന്നു. ഇതിന്റെ ഹൃദയഭാഗത്ത് നിന്നത് VS. പോലീസിന്റെ വിരൽത്തുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം നിഴലിനെ പോലെ നീങ്ങി. കോട്ടയം, പൂഞ്ഞാർ, ആലപ്പുഴ, ഓരോ അഭയസ്ഥലവും ഓരോ രഹസ്യ കേന്ദ്രങ്ങൾ. പുന്നപ്രയിൽ അദ്ദേഹം 3 ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. ഓരോ ക്യാമ്പിലും 300 മുതൽ 400 വരെ പ്രവർത്തകർ. പുന്നപ്ര വെടിവെപ്പും SI അടക്കം നിരവധി പോലീസുകാർ മരിച്ചതും ദിവാൻ CPയുടെ ഉറക്കം കെടുത്തി. പൂഞ്ഞാറിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം നടന്നത് ചോദ്യം ചെയ്യലായിരുന്നില്ല. പാർട്ടിയെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ശരിയായി മറുപടി നൽകാത്തതിൻ്റെ പേരിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായി. 2 കാലുകളും ലോക്കപ്പിന്റെ അഴികളിലൂടെ പുറത്തെടുത്തു. തുടർന്ന് 2 കാലിലും ലാത്തി കെട്ടിവെച്ച് മർദ്ദിച്ചു. EMSഉം KV പത്രോസും എവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന ചോദ്യത്തിന് മറുപടി തേടിയായിരുന്നു മർദ്ദനം. മർദ്ദനം ശക്തമായപ്പോൾ VSന്റെ ബോധം നശിക്കുന്ന അവസ്ഥയായി. അവസാനം തോക്കിന്റെ ബയണറ്റ് ഉള്ളംകാലിലേക്ക് ആഞ്ഞുകുത്തി. പാദം തുളഞ്ഞ് അത് അപ്പുറത്തിറങ്ങി. അതോടെ മരിച്ചെന്ന് കരുതി പോലീസ് VSനെ പാലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയി. 1952 അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷനിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1954 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ ശേഷം 1956 ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 2ആയി പിളർന്നതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1964 മുതൽ 1970 വരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന CPM രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 നേതാക്കളിൽ ഒരാൾ. സംഘടനാ രംഗത്ത് പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അച്യുതാനന്ദന്റെ പാർലമെന്ററി ജീവിതം ഒട്ടേറെ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. 1965 സ്വന്തം വീടുൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ആദ്യമായി മത്സരിച്ചപ്പോൾ തോൽവിയായിരുന്നു ഫലം. 1991 മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. കോൺഗ്രസിലെ D സുഗതനെ 9980 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. എന്നാൽ 1996 കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളെ അപ്പാടെ അമ്പരിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ടയായി കരുതപ്പെട്ടിരുന്ന മാരാരിക്കുളത്ത് അച്യുതാനന്ദൻ തോൽവിയറിഞ്ഞു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടിയതോടെ
മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സജീവമായ അച്യുതാനന്ദൻ്റെ പേര് ഉയർന്നു വന്നു. മെയ് 15 ചേർന്ന സംസ്ഥാന സമിതിക്ക് ശേഷം VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പത്രക്കുറിപ്പ് പാർട്ടി നേതൃത്വം പുറത്തിറക്കി. മുഖ്യമന്ത്രിയായ VS അഴിമതിക്കാരെയും കയ്യേറ്റക്കാരെയും ക്രിമിനലുകളെയും നിർദ്ദയം അമർച്ച ചെയ്തു. ഉദ്യോഗസ്ഥ ദുർഭരണം, കൈക്കൂലി എല്ലാം അവസാനിപ്പിച്ചു. പൊതുസമൂഹത്തിൽ വലിയ തോതിൽ സ്വീകാര്യതയുള്ള നേതാവാണ് VS. പ്രസംഗിക്കുന്നതിന് നീട്ടിയും കുറുക്കിയുമുള്ള ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട്. പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീകളുടെ സുരക്ഷ എന്നിവയ്ക്ക് വേണ്ടി കർശന നിലപാടെടുക്കുന്നതിൽ അദ്ദേഹം ഏറെ ശ്രദ്ധ പുലർത്തി. അനാഥത്വത്തിൻ്റെ നൊമ്പരവും ദാരിദ്ര്യത്തിൻ്റെ കയ്പും നിറഞ്ഞ ബാല്യം, പോരാട്ടത്തിൻ്റെ വീരം തുളുമ്പിയ യുവത്വം, ആത്മസമർപ്പണം, യാതനാപൂർണങ്ങളായ അനുഭവങ്ങളിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത ജീവിതമായിരുന്നതിനാലായിരിക്കണം VS അച്യുതാനന്ദന് പരുക്കനും കടുംപിടുത്തക്കാരനും വിട്ടുവീഴ്ചയില്ലാത്തവനുമെന്ന പ്രകൃതമുണ്ടായത്. ആശുപത്രി മുറിയിലെ നീണ്ട നിഴലുകൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ വിരലുകൾ അവസാനമായി ഒതുങ്ങി. പക്ഷേ ആ കൈകൾ എത്ര യുദ്ധങ്ങൾ നയിച്ചു, എത്ര പ്രതിഷേധങ്ങൾക്ക് രൂപം നൽകി. ഇന്നും ആ കൈയടികൾ ചരിത്രത്തിൻ്റെ ചുമരുകളിൽ മുഴങ്ങുന്നു.